കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ബയോഡൈജസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടത്തി. മേയർ പ്രസന്ന എണസ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയുടെ ഭാഗമായി 100 BPL കുടുംബങ്ങൾക്കായി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബയോഡൈജസ്റ്റുകൾ സ്ഥാപിച്ചത്. കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയുടെ ഭാഗമായി 100 BPL കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബയോ ഡൈജസ്റ്റുകൾ സ്ഥാപിച്ചത്. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവിന്റെ അധ്യക്ഷതയിലാണ് മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ഒരുപറ്റം ഉദ്യോഗസ്ഥന്മാരും ഒരുപറ്റം ജനപ്രതിനിധികളും ഭരണസമിതിയൊപ്പം നിന്നുകൊണ്ട് കൊല്ലം കോർപ്പറേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ പദ്ധതിയുമായി ഞങ്ങൾ ഇന്നിവിടെ അഷ്ടമുടിയുടെ തീരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി ഞങ്ങൾ ഏറ്റെടുത്ത ഒരു വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും ഈ അഷ്ടമുടിയുടെ തീരത്തുള്ള എല്ലാ വീടുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരു പഠന വിധേയമാക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഷ്ടമുടിയെ നമ്മൾ ശുചീകരിച്ചുകൊണ്ട് കാര്യമില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പവിത്ര സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗീതാകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയൻ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാകൃഷ്ണൻ, നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സവാദ്, വിദ്യാഭ്യാസ കായികകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സവിതാദേവി, കൗൺസിലർമാരായ ടെൽസ തോമസ്, ഹണി, ജോർജ് ഡി കാട്ടിൽ, TG ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേഷൻ സെക്രട്ടറി RS അനു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.